തെന്നാലിരാമൻ തൻ്റെ പാർപ്പിടവും വസ്തുവകകളും വിറ്റ് കുടുംബവുമൊത്ത് യാത്രയ്ക്കൊരുങ്ങി. അയാൾ അവിടം വിട്ടു പോകുന്നത് നാട്ടുകാർക്ക് സങ്കടമായിരുന്നു. അവർ ഓരോന്ന് പറഞ്ഞ് രാമനെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു, ഇല്ലെന്നേ, ആരും സങ്കടപ്പെടേണ്ട. ഈ നാടും നാട്ടുകാരെയും ഞാൻ ഒരിക്കലും മറക്കുകയില്ല. രാജപുരോഹിതൻ ആളെ വിട്ട് വിളിപ്പിച്ചാൽ പോകാതിരിക്കാൻ പറ്റുമോ? രാജകൽപ്പന ധിക്കരിച്ചാൽ കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എല്ലാ മാസവും വന്ന് നിങ്ങളെ ഞാൻ കണ്ടുകൊള്ളാം. ഒരു കൊട്ടാരം വിദൂഷകന് പ്രത്യേകമായി കുതിരവണ്ടിയും അകമ്പടിക്കാരുമെല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നേരം ഒത്തിരിയായി. താമസിച്ചാൽ രാജകോപം ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ കല്ല് വെച്ച നുണകൾ തട്ടിവിട്ട് നാട്ടുകാരെ എല്ലാം പമ്പര വിഡ്ഢികളാക്കി തെന്നാലിരാമനും കുടുംബവും വിജയനഗരത്തിലേക്ക് യാത്ര തിരിച്ചു. സുദീർഘമായ ഒരു യാത്രയായിരുന്നു അവരുടേത്. ഉദ്ദേശം 4 മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർക്ക് വിജയനഗരത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. അപ്പോൾ നഗരം ആഘോഷത്തിമിർത്തിൽ ആറാടി കുളിച്ചു നിൽക്കുകയായിരുന്നു. ദസറ മഹോത്സവ വേളയായിരുന്നു അത്. നൃത്തനൃത്യങ്ങൾ, സംഗീത കച്ചേരികൾ, പാവക്കൂത്ത്, നാടകങ്ങൾ, പരാക്രമശാലികളുടെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങി വിനോദ പ്രകടനങ്ങളുടെ ഒരു കലാവേദിയായി തന്നെ മാറിയിരിക്കുകയായിരുന്നു വിജയനഗരം. ഉത്സവലഹരിയിൽ തെന്നാലിരാമനും കുടുംബവും അതിശയം കൂറി നിന്നുപോയി. ഉത്സവങ്ങൾക്ക് ദിവസങ്ങളുടെ ദൈർഘ്യമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ജീവിതം അങ്ങനെയല്ല. കുടുംബം പോറ്റുന്നതിന് ഒരു ജോലിയും തേടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ തെന്നാലിരാമൻ്റെ ഉത്സാഹമെല്ലാം ചോർന്നുപോയി. അമ്മയെയും ഭാര്യയെയും മകനെയും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിർത്തിയിട്ട് ഒരിക്കൽ കൂടി താതാചാരിയെ കണ്ട് ജോലിയുടെ കാര്യം ഓർമ്മിപ്പിക്കാമെന്ന് കരുതി തെന്നാലിരാമൻ അയാളുടെ വസതിയിലേക്ക് പോയി. തെന്നാലിരാമൻ ചെന്നപ്പോൾ താതാചാരി പുറംതിണ്ണയിലിരുന്ന് വിശ്രമിക്കുകയായിരുന്നു. അയാളെ കണ്ടപാടെ നീട്ടി വലിച്ചെന്ന് തൊഴുതിട്ട് തെന്നാലിരാമൻ ഭവ്യതയോടെ നിന്നു. ആരാണ്? മുമ്പെങ്ങും കണ്ടു പരിചയമില്ലാത്തതുപോലെ. ഞാൻ രാമൻ. അയോധ്യാരാമനോ അതോ ദ്വാരകാപുരിയിലെ ബലഭദ്രരാമനോ? താതാചാരി പരിഹാസരൂപത്തിൽ ചോദിച്ചു. അങ്ങ് മംഗലഗിരിയിൽ താമസിച്ചിരുന്നപ്പോൾ സേവകനായി നിന്നിരുന്ന തെന്നാലിയിലെ രാമനാണ് ഞാൻ. എനിക്കൊരു മരങ്ങോടനെ അറിഞ്ഞുകൂടാ. ശല്യപ്പെടുത്താതെ വേഗം കടന്നുപോയിക്കൊള്ളൂ. അത്ഭുത പരതന്ത്രനായ തെന്നാലിരാമൻ ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. ഇതെന്തു മായാജാലം? മാസങ്ങളോളം ഒന്നിച്ചു പാർത്തിരുന്ന തന്നെ ഇയാൾക്ക് അറിഞ്ഞുകൂടെന്നോ? ഇയാൾ തന്നെ അവഹേളിക്കുകയാണ്. അറിഞ്ഞുകൂടാത്തവനെ പോലെ അഭിനയിക്കുകയാണ്. എന്നെയങ്ങ് മറന്നുപോയോ? എനിക്ക് കൊട്ടാരത്തിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞിരുന്നതാണ്. ഹോ, കൊട്ടാരത്തിൽ ജോലി ചെയ്യുവാൻ പറ്റിയ ആള് തന്നെ. മര്യാദയ്ക്ക് കടന്നു പോയിക്കൊള്ളൂ. ഇല്ലെങ്കിൽ ഭടന്മാരെ വിളിച്ച് പുറത്തു തള്ളും. അപമാനഭാരത്താൽ തലയും കുമ്പിട്ടുകൊണ്ട് രാമൻ പുറത്തേക്ക് നടന്നു. നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ മനസ്സിൽ താതാചാര്യയോടുള്ള പക ആളിപ്പടർന്നു. എടോ നീചനായ രാജപുരോഹിത, അധികാര ഗർവം കൊണ്ട് താൻ എന്നെ അധിക്ഷേപിച്ചിരിക്കുന്നു. കാലം കനിയട്ടെ, അപ്പോൾ തന്നെ ഞാൻ വെറുതെ വിടുകയില്ല. തെന്നാലിരാമൻ താതാചാര്യയോടുള്ള പക മനസ്സിൽ കുറിച്ചിട്ടു.